എല്ലാവർക്കും വസുദേവ കുടുംബകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? അതായത് സാക്ഷാൽ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ചക്രികൻ്റെ ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഭഗവാന് ബ്രാഹ്മണനെന്നോ ശൂദ്രനെന്നോ വൈശ്യനെന്നോ എന്ന് യാതൊരു ഭേദവും ഇല്ല. സർവരും ഭഗവാന്റെയാണ്. എല്ലാവരിലും ഭഗവാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഏറ്റവും നീച ജാതിയിൽപ്പെട്ട ശബരവംശത്തിൽപ്പെട്ട ചക്രകൻ്റെ കഥ കേൾക്കാം. ഈ ചക്രകനാണെങ്കിലോ ഒരു സാധുവായിരുന്നു. ആരോടും കോപിക്കാത്ത, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന, സദാ ഭഗവാന്റെ നാമം ജപിക്കുന്ന ഈ ശബരജാതിയിൽപ്പെട്ട ഒരാളായിരുന്നു ചക്രകൻ. ഇദ്ദേഹം ഹരേ കേശവ മാധവ എന്ന് ജപിച്ചുകൊണ്ടേയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇദ്ദേഹം എന്ത് ഫലം കിട്ടിയാലും, ശ്രേഷ്ഠമായ എന്ത് ഫലം കിട്ടിയാലും അത് ഭഗവാന് സമർപ്പിക്കുക പതിവായിരുന്നു. അത് സമർപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് കടിച്ചു നോക്കി അത് രുചികരമാണോ എന്ന് നോക്കി ഏറ്റവും നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ ഭഗവാന് സമർപ്പിക്കൂ. അപ്പോൾ ഇദ്ദേഹം കുലത്തിൽ ഏറ്റവും നീചനായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉച്ഛിഷ്ടം നേദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അതുപോലെ മോക്ഷപ്രദായങ്ങളായിട്ടുള്ള യാതൊരു ശാസ്ത്രങ്ങളും അദ്ദേഹം പഠിച്ചിട്ടില്ല. പൂജാവിധികളെക്കുറിച്ച് ധാരണയില്ല. പക്ഷേ സദാ ഭഗവാനെ പൂജിക്കുമായിരുന്നു മനസ്സുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ ജപിക്കുമായിരുന്നു. ഒരുപാട് ഇഷ്ടമായിരുന്നു. നല്ല ഭക്തിയുള്ള ഒരു പ്രകൃതമായിരുന്നു ചക്രകൻ്റേത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന് പ്രിയാല വൃക്ഷത്തിൽ നിന്ന് ഒരു ഫലം ലഭിക്കുകയാണ്. ആ ഫലം അദ്ദേഹം കടിച്ചു നോക്കിയപ്പോൾ അറിയാതെ അത് തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. ഈ ഫലം ഭഗവാന് സമർപ്പിക്കാതെ ഞാൻ എന്തിനു ജീവിക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ഠം, അതായത് കഴുത്ത് മുറിക്കുകയാണ് ആ ഫലം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴുത്ത് മുറിച്ച് ഫലം എടുത്ത് ഭഗവാനെ നേദിക്കുന്നതോടെ അദ്ദേഹം അവിടെ മരിച്ചു വീഴാണ്. ഇത് കണ്ട ഭഗവാനോ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ, ഇതിനേക്കാൾ വലിയൊരു ഭക്തൻ തനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ പിടിച്ചുയർത്തി എഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെ ചക്രകൻ ദിവ്യശരീരനായിട്ട് ഉണർന്നെഴുന്നേൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും നീ ചോദിച്ചോളൂ എന്ന് ഭഗവാൻ പറയാണ്. കാരണം ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഭക്തനായതുകൊണ്ട് തന്നെ ഇവന് ബ്രഹ്മത്വമോ മറ്റെന്ത് തന്നെ കൊടുത്താലും മതിയാവില്ല. എത്ര വലിയ വരങ്ങൾ കൊടുത്താലും ഭഗവാന് തൃപ്തിയാവുന്നില്ല. കാരണം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഭഗവാനെ നേദിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യാഗം ചെയ്തവനാണ് ഈ ശബരൻ. അപ്പോൾ അദ്ദേഹം ചോദിക്കുമ്പോൾ ശബരൻ മറുപടി പറയാണ്, ദേവന്മാർക്ക് പോലും ലഭിക്കാത്ത ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് ഭഗവാനെ കാണാൻ സാധിച്ചുല്ലോ. ഞാൻ അങ്ങയെ പൂജിച്ചിട്ടില്ല. അതായത് എനിക്ക് മോക്ഷദായങ്ങളായിട്ടുള്ള യാതൊരു ശാസ്ത്രങ്ങളും വശമില്ല. ഞാൻ അങ്ങയുടെ നേദ്യങ്ങൾ ഭുജിച്ചിട്ടില്ല. അങ്ങയെ ഞാൻ പൂജിച്ചിട്ടില്ല. എനിക്കതിനെക്കുറിച്ചൊന്നും യാതൊരു തിട്ടവുമില്ല. എന്നിട്ട് പോലും അങ്ങ് എനിക്ക് ദേവന്മാർക്ക് പോലും പ്രാപ്യമല്ലാത്ത ഭഗവത് ദർശനം എനിക്ക് സാധ്യമായല്ലോ. ഇതിനേക്കാൾ വലിയ എന്ത് സൗഭാഗ്യമാണ് എനിക്ക് വേണ്ടത് എന്ന് ശബരൻ ചോദിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തെ അങ്ങ് പ്രകീർത്തിക്കുകയാണ് കീർത്തനം കൊണ്ട്. അതിലേറ്റവും പരമസന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് എന്താ വരം വേണ്ടതെന്ന് ആവശ്യപ്പെടുമെന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ശബരൻ പറയും, അങ്ങ് സദാ എൻ്റെ ഹൃദയത്തിൽ വിളങ്ങണം. അങ്ങയുടെ സ്മരണ സദാ എനിക്ക് ഉണ്ടാവണം. ആ ഒരു വരത്തിനേക്കാൾ വലുതായിട്ട് എനിക്ക് മറ്റൊന്നും വേണ്ട എന്ന് പറയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് അന്തർധാനം ചെയ്യുന്നു. ശബരനാണെങ്കിലോ ഭാര്യയെയും പുത്രന്മാരെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് പോയി ഭഗവാനിൽ വിലയം പ്രാപിക്കുകയാണ്. ഭഗവാനെ സദാ പൂജിച്ചുകൊണ്ട് അങ്ങനെ അവസാനം മോക്ഷം പ്രാപിക്കുകയാണ്. അപ്പോൾ ഭഗവാന് ബ്രാഹ്മണനെന്നോ ശൂദ്രനെന്നോ വൈശ്യനെന്നോ നീചകുലജാതി എന്നോ എന്ന് യാതൊരു വ്യത്യാസവും ഭഗവാനില്ല. ഭഗവാന്റെ ഭക്തരെല്ലാം ഭഗവാന് സമന്മാരാണ്. നിർമ്മലമായ മനസ്സുണ്ടോ, നിഷ്കളങ്ക ഭക്തിയുണ്ടോ, ഇത് മാത്രമാണ് ഭഗവാന് ഭക്തനെക്കുറിച്ചുള്ള ചിന്ത.
അടിയുറച്ച് ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഏതൊരു ഭക്തൻ്റെ ഉള്ളിലും ഭഗവാൻ വിളങ്ങുന്നുണ്ട്. സദാ നമ്മുടെ മുൻപിൽ ഭഗവാൻ വരുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മുടെ മുന്നിലൂടെ ഭഗവാൻ പോകുന്നുണ്ട്. അപ്പോൾ നിഷ്കളങ്കമായ ഭക്തിയോടെ പൂജിച്ചാൽ നമ്മുടെ ജാതിയോ കുലമോ സമ്പ്രദായമോ ഒന്നും തന്നെ ഭഗവാന് പ്രശ്നമല്ല. സദാ ഭഗവാൻ എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.